മുമ്പ് ഒരു ഹോസ്പിറ്റൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഫ്രീ ഫോർ ആൾ. ഇന്നിപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ല എന്താണ് പേര പണയം ഒക്കെ അല്ലേ? ഓക്കെ, എല്ലാവർക്കും സൗജന്യമായിട്ടുള്ള സംഗതികളാണ്. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലുകൾക്ക് പ്രത്യേകമായിട്ടുള്ള വസ്ത്രങ്ങൾ, സംഗതികൾ, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ആണുങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ സെപ്പറേഷൻ സംഗതികൾ നടത്തിയിരുന്ന, അതുപോലെ തന്നെ എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള യൂണിറ്റുകൾ ഉള്ള സംവിധാനം, നഴ്സുമാര്, അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളുകള്, പ്രത്യേകമായിട്ടുള്ള എന്താണ് ഓരോന്നിനും സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സ്. ഇന്നലെ കേട്ടോ 1000 വർഷങ്ങൾക്ക് മുമ്പ്. അതേപോലെ തന്നെ എന്താണ് റെസിഡൻസി പ്രോഗ്രാം താമസിച്ച് ചികിത്സാ സംഗതികൾ നൽകുന്ന സംവിധാനം. ഓക്കെ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഡോക്ടേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ സംവിധാനങ്ങളും ചെയ്തു വെച്ചിരുന്നു എന്നുള്ളതാണ്. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ നൽകുന്ന കാര്യങ്ങളാണ്. എന്താണ് പുതിയ സെറ്റ് എന്താണ് ഡ്രസ് എടുക്കും. ഇന്ന് പലപ്പോഴും എന്താണ് പ്രസവിച്ച് കഴിഞ്ഞ് പോകുന്ന ആളുകൾ കുറെ ഉണ്ടല്ലോ. എന്താണ് സാമ്പത്തികമായി ഫ്രീ മണി. എന്താണ് അണ്ടിൽ പേഷ്യന്റ് ബിക്കം ബെറ്റർ ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ്. ജോലി ചെയ്യുന്നതിനെ ആ പൈസ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു കാല് എറിഞ്ഞിട്ട് ഒരു പോയിട്ടുണ്ടെങ്കിൽ ആ കാല് അല്ലെ അതെപ്പോഴാണോ ശരിയാകുന്നത് അതുവരെയുള്ള സാമ്പത്തികമായ സഹായം നൽകുന്ന ഹോസ്പിറ്റലുകൾ. അൽ അദ്ദാദി ഹോസ്പിറ്റൽ എവിടെയാണ്? ബാഗ്ദാദ്. അർറാസി, നേരത്തെ പറഞ്ഞ അർറാസി, അദ്ദേഹം എന്താണ് ചെയ്തത്? ആ ഹോസ്പിറ്റലിൽ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇറച്ചി സംഗതികൾ എന്താണ് വ്യത്യസ്ത ഇടങ്ങളിലേക്ക് കൊണ്ടുവെക്കുകയും അത് ഏറ്റവും കൂടുതൽ സമയം ഏത് ഇടത്താണോ അത് എന്താണ് ഈ നിലനിർത്തിയത് അവിടെ ഹോസ്പിറ്റൽ പണിതു എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത്. അത്രയും ആലോചനകൾ നടത്തിയിരുന്നു. അൽ മൻസൂരി ഹോസ്പിറ്റൽ. ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര ബെഡ് ഉണ്ടാവും? ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ മിംസിൽ എത്ര ബെഡ് ഉണ്ട്? നമ്മളെ എന്താണ് മെഡിക്കൽ കോളേജിൽ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എത്ര ബെഡ് ഉണ്ട്? ബെഡില്ലേ എടുക്കാല്ലേ മിക്കവാറും ആൾക്കാർക്ക് എന്താണ് നിലത്തായിരിക്കും എടുക്കുക. അൽ മൻസൂരി ഹോസ്പിറ്റലിൽ കൈറോയില് അല്ലെ, കൈറോയിലൂടെ ഈജിപ്തില് എന്താണ് 8000 ബെഡുകൾ. നേരത്തെ പറഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വാർഡുകളുള്ള, അതുപോലെ തന്നെ ആളുകൾക്ക് എന്താണ് കൂടെ നിൽക്കാൻ പ്രശ്നങ്ങളില്ലാത്ത, അതേപോലെ തന്നെ ഏറ്റവും വളരെ പ്രത്യേകതകളുള്ള ഒരു സംഗതിയുണ്ട്. എന്താണ് എന്തെങ്കിലും മിക്കവാറും നമ്മൾ കേൾക്കുന്നതാണ് ഡോക്ടർ എന്താണ് അല്ലെ ഇപ്പൊ അടുത്ത് കേട്ടു എന്തെങ്കിലും അതിന്റെ ഉള്ളില് മറന്നു വെച്ചു, സർജറി ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ എന്താക്കി കത്രിക മറന്നു വെച്ചു അല്ലെ. മറ്റൊക്കെ പറയാം ഫിസിഷ്യൻസ് ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ നെഗ്ലിജൻസ് എന്നുള്ളതാണ്. ഡോക്ടർ പൊക്കും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ രോഗിക്ക് നമ്മൾ എന്താണ് ഇപ്പൊ സാധാരണ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒന്നിങ്ങനെ വില നോക്കിയൊക്കെയാണെങ്കിൽ 100 രൂപ വാങ്ങാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ രോഗം ഭേദമായിട്ടെങ്കിൽ മാത്രമേ മൂപ്പർക്ക് പൈസ കിട്ടുന്നു. രോഗം ഭേദമായിട്ടെങ്കിൽ മാത്രം ഡോക്ടർക്ക് പൈസ കിട്ടുന്ന അൽ മൻസൂരി ഹോസ്പിറ്റലുകൾ. ഓക്കെ, കെമിസ്ട്രി താല്പര്യങ്ങളുണ്ടോ ഇവിടെ? കെമിസ്ട്രി പഠിച്ചണോ? പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? എന്തിനാ പഠിച്ചത്? ഓക്കെ അല്ലെ, കുറെ സംഗതികളൊക്കെ പല ആസിഡ് സംഗതികളൊക്കെ പഠിച്ച്. ഓക്കെ, അതേക്കുറിച്ച് നമ്മൾ അറിയുമ്പോഴാണ് അതിന്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വ്യക്തിയുടെ പേരെന്താണ്? ജാബിർ ബിൻ ഹയ്യാൻ, ഫാദർ ഓഫ് കെമിസ്ട്രി. അദ്ദേഹം എന്താണ് നമ്മുടെ ലാബിലൊക്കെ കയറുമ്പോഴല്ലേ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും ലാബില് അല്ലെ. 25 അധികം